ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ആകാശഭൂമികൾ സൃഷ്ടിച്ചപ്പോൾ നാം അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ തന്നെ സൃഷ്ടിച്ചതിലും അവരെ പങ്കെടുപ്പിച്ചിട്ടില്ല. വഴി പിഴപ്പിക്കുന്നവരെ സഹകാരികളാക്കുന്നവനല്ല ഞാൻ. ഈ പിശാചുക്കൾ നിങ്ങളുടെ അനുസരണത്തിനും അടിമത്തത്തിനും എങ്ങനെ അർഹരായിത്തീർന്നു? സൃഷ്ടികർത്താവ് മാത്രമാണല്ലോ അടിമത്തത്തിന് അർഹൻ. ഈ പിശാചുക്കൾക്ക് ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ ഒരു പങ്കോ പ്രവേശനമോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവർ തന്നെയും കേവലം സൃഷ്ടികളാണ്. وَيَوْمَ يَقُولُ نَادُوا شُرَكَائِيَ الَّذِينَ زَعَمْتُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَجَعَلْنَا بَيْنَهُمْ مَوْبِقًا. ഉയിർത്തെഴുന്നേൽപ്പുനാളിൽ നാഥൻ ഇവരോട് പറയുന്നു, നിങ്ങൾ എന്റെ പങ്കാളികളായി കരുതിയിരുന്നവരെ വിളിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവർ അക്കൂട്ടരെ വിളിച്ചു നോക്കും, പക്ഷേ അവർ സഹായിക്കാനെത്തുകയില്ല. നാം അവർക്ക് മധ്യേ ഒരു നാശഗർത്തം ഉണ്ടാക്കിവെച്ചിരിക്കുന്നു. ഇതിനു മുമ്പും ഖുർആൻ പലയിടത്തായി പ്രതിപാദിച്ച ഒരു വിഷയം തന്നെയാണ് ഇവിടെ സന്ദർഭോചിതം ആവർത്തിച്ചിരിക്കുന്നത്. അതായത്, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് വല്ലവരുടെ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പിന്തുടരുന്നത് അവരെ ദിവ്യത്വത്തിൽ അള്ളാഹുവിന്റെ പങ്കാളികളാക്കലാണ്. അവരെ ദൈവത്തിന്റെ പങ്കുകാരായി വാക്കുകൊണ്ട് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി എന്നല്ല, ആ പങ്കാളികളുടെ മേൽ ശാപപ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ പോലും അള്ളാഹുവിന്റെ ആജ്ഞയ്ക്കെതിരെ അവരുടെ ആജ്ഞകൾ സ്വമനസാ പിൻപറ്റുന്ന മനുഷ്യൻ ദിവ്യത്വത്തിൽ പങ്കുചേർത്ത മഹാപാതകയാണ്. ഇവിടെ പിശാചുകൾക്ക് കീഴ്വണങ്ങുന്നവരുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകം മുഴുക്കെ പിശാചുക്കൾ ശപിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരെല്ലാം ഫലത്തിൽ പിശാചുക്കളെ ദൈവത്തിൽ പങ്കുചേർത്തവരാണെന്ന് ഖുർആൻ കുറ്റപ്പെടുത്തുന്നു. ഈ ശിർക്ക് ആദർശപരമല്ല, കർമ്മപരമാണ്. അതിനെയും ഷിർക്ക് എന്നു തന്നെയാണ് ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദീകരണത്തിന് ഇനി പറയുന്ന ആയത്തുകൾ കൂടി ശ്രദ്ധിക്കുക. അൻ-നിസാ സൂക്തം 60, 117, അൽ-അൻആം സൂക്തം 121, 137, അത്ത്-തൗബ സൂക്തം 31, ഇബ്രാഹിം സൂക്തം 22, മറിയം സൂക്തം 47, അൽ-മുഅ്മിനൂൻ സൂക്തം 47, അൽ-ഫുർഖാൻ സൂക്തം 43, അൽ-ഖസ്വസ് സൂക്തം 63, അസ്സബ സൂക്തം 39, 40, 41, യാസീൻ സൂക്തം 61, അശ്ശൂറ സൂക്തം 61, അൽ-ജാസിയ സൂക്തം 23. ഈ ആയത്തിന് വ്യാഖ്യാതാക്കൾ രണ്ടർത്ഥം വിവരിച്ചിട്ടുണ്ട്. അതിലൊന്ന് തർജ്ജമയിൽ നാം സ്വീകരിച്ചിരിക്കുന്നതാണ്. നാം അവർക്കിടയിൽ ശത്രുതയുണ്ടാക്കും എന്നാണ് മറ്റൊരർത്ഥം. അതായത്, ഇഹലോകത്ത് അവർക്കിടയിലുണ്ടായിരുന്ന സ്നേഹം പരലോകത്ത് കടുത്ത ശത്രുതയായി മാറുന്നതാണ്. وَرَأَى الْمُجْرِمُونَ النَّارَ فَظَنُّوا أَنَّهُمْ مُوَاقِعُوهَا وَلَمْ يَجِدُوا عَنْهَا مَصْرِفًا. അന്നാളിൽ കുറ്റവാളികളൊക്കെയും നരകം കാണും. തങ്ങൾ അതിൽ പതിക്കാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുന്നതല്ല. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. നാം ഈ ഖുർആനിൽ നാനാതരം ഉപമകളിലൂടെ വിവിധ രീതിയിൽ ജനങ്ങൾക്ക് കാര്യം വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ മനുഷ്യൻ വല്ലാത്ത തർക്കപ്രിയനായിരിക്കുന്നു. وَمَا مَنَعَ النَّاسَ أَن يُؤْمِنُوا إِذْ جَاءَهُمُ الْهُدَى وَيَسْتَغْفِرُوا رَبَّهُمْ إِلَّا أَن تَأْتِيَهُمْ سُنَّةُ الْأَوَّلِينَ أَوْ يَأْتِيَهُمُ الْعَذَابُ قُبُلًا. സന്മാർഗദർശനം വന്നെത്തുമ്പോൾ അത് സ്വീകരിച്ച് തങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുന്നതിൽ നിന്ന്
ജനത്തെ തടഞ്ഞിട്ടുള്ളത് പൂർവജനതകൾക്ക് സംഭവിച്ചിട്ടുള്ളത് തന്നെ തങ്ങൾക്കും സംഭവിക്കണമെന്ന്, അഥവാ ദൈവിക ശിക്ഷ കൺമുന്നിൽ വന്ന് കാണണമെന്നുള്ള അവരുടെ ശാഠ്യം തന്നെയാകുന്നു. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും സത്യത്തെ വിശദമാക്കുന്ന കാര്യത്തിൽ ഖുർആൻ ഒരു പോരായ്മയും വരുത്തിയിട്ടില്ല. ഹൃദയ മസ്തിഷ്കങ്ങളെ ഹഠാതാകർഷിക്കുന്ന എല്ലാ ഫലപ്രദമായ മാർഗങ്ങളും സാധ്യമാകാവുന്ന ഏറ്റവും നല്ല രീതിയിൽ അത് അവലംബിച്ചിട്ടുണ്ട്. എന്നിട്ടും സത്യം സ്വീകരിക്കുന്നതിന് അവർക്ക് പ്രതിബന്ധമായിട്ടുള്ളത് എന്താണ്? ഒന്നു മാത്രം, ശിക്ഷയാണ് അവർ കാത്തിരിക്കുന്നത്. ചാട്ടവാർ കൊണ്ടല്ലാതെ നന്നാകാൻ അവർ ഒരുക്കമല്ല. وَمَا نُرْسِلُ الْمُرْسَلِينَ إِلَّا مُبَشِّرِينَ وَمُنذِرِينَ وَيُجَادِلُ الَّذِينَ كَفَرُوا بِالْبَاطِلِ لِيُدْحِضُوا بِهِ الْحَقَّ وَاتَّخَذُوا آيَاتِي وَمَا أُنذِرُوا هُزُوًا. സുവിശേഷകരും മുന്നറിയിപ്പുകാരുമായിട്ടല്ലാതെ മറ്റൊരാവശ്യത്തിനും നാം ദൈവദൂതന്മാരെ നിയോഗിക്കാറില്ല. സത്യനിഷേധികളാവട്ടെ മിഥ്യയുടെ ആയുധങ്ങളെടുത്ത് സത്യത്തെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. എന്റെ സൂക്തങ്ങളെയും തങ്ങൾക്ക് ലഭിച്ച താക്കീതുകളെയും അവർ ഹാസ്യമാക്കിയിരിക്കുന്നു. ഈ വാക്യവും രണ്ടർത്ഥത്തിൽ വരാവുന്നതാണ്. രണ്ടും ഇവിടെ യോജിക്കുന്നുണ്ട്. ഒന്ന്, വിധി നിർണായക നാളിന് മുമ്പേ ജനങ്ങളെ അനുസരണത്തിന്റെ സദ്ഫലങ്ങളെപ്പറ്റിയും ധിക്കാരത്തിന്റെ ദുരന്തങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് നാം പ്രവാചകന്മാരെ അയക്കാറുള്ളത്. പക്ഷേ ഈ മുന്നറിയിപ്പുകളെ വിഡ്ഢികൾ തീരെ പ്രയോജനപ്പെടുത്തുന്നില്ല. മാത്രമല്ല, ഏതൊന്നിൽ നിന്ന് അവരെ രക്ഷിക്കാനാണോ പ്രവാചകന്മാർ പാടുപെടുന്നത്, ആ ദുരന്തം കണ്ടേ അടങ്ങൂ എന്ന ദുശ്ശാഠ്യമാണവർക്ക്. രണ്ട്, ശിക്ഷ വന്നു കാണണമെന്ന് തന്നെയാണ് അവർക്ക് നിർബന്ധമെങ്കിൽ അതിന് ദേവദൂതന്മാരോട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ശിക്ഷ നൽകാനായിട്ടല്ല, മറിച്ച് ശിക്ഷാ നടപടി വന്നു ഭവിക്കും മുൻപേ താക്കീത് നൽകാനായിട്ടാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. وَمَنْ أَظْلَمُ مِمَّنْ ذُكِّرَ بِآيَاتِ رَبِّهِ فَأَعْرَضَ عَنْهَا وَنَسِيَ مَا قَدَّمَتْ يَدَاهُ إِنَّا جَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَنْ يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِنْ تَدْعُهُمْ إِلَى الْهُدَى فَلَنْ يَهْتَدُوا إِذًا أَبَدًا. തന്റെ റബ്ബിന്റെ സൂക്തങ്ങൾ കേൾപ്പിച്ച് ഉപദേശിക്കുമ്പോൾ അതവഗണിച്ചു തള്ളുകയും സ്വന്തം കരങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതിന്റെ ദുഷ്ഫലങ്ങൾ വിസ്മരിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ ധിക്കാരി ആരാണുള്ളത്? ഈ ഖുർആൻ ഗ്രഹിക്കാനാവാത്തവണ്ണം അത്തരക്കാരുടെ മനസ്സുകൾക്ക് നാം മൂടിയിട്ടിരിക്കുന്നു, ചെവികൾക്ക് അടപ്പുമിട്ടിരിക്കുന്നു. താങ്കൾ എത്ര തന്നെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാലും ഈ അവസ്ഥയിൽ അവർ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോ വിഭാഗമോ ന്യായയുക്തമായ പ്രബോധനത്തിന്റെയും സദുദ്ദേശ്യപരമായ സാരോപദേശത്തിന്റെയും നേരെ തർക്കത്തിനിറങ്ങുന്നു എന്ന് കരുതുക. വഞ്ചനയുടെ ആയുധമേന്തി സത്യത്തെ തകർക്കാൻ ഒരുമ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, സ്വന്തം ചെയ്തികളുടെ ദുരന്തം വന്നു ഭവിക്കുന്നതിന് മുമ്പായി ആരെന്ത് ഗുണദോഷിച്ചാലും തെറ്റുതിരുത്താൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു അത്തരക്കാരുടെ ഹൃദയത്തിന് പൂട്ടിടുകയും സത്യത്തിന്റെ ശബ്ദം കേൾക്കാത്ത വിധം അവരെ ബധിരന്മാരാക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ സതുപദേശം ചെവിക്കൊള്ളുന്നവരല്ല. വിനാശത്തിന്റെ വഴിയിലാണ് തങ്ങൾ നടന്നു നീങ്ങിയതെന്ന് നാശഗർത്തത്തിൽ പതിച്ചാലേ അവർക്ക് വിശ്വാസം വരികയുള്ളൂ. وَرَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُم بِمَا كَسَبُوا لَعَجَّلَ لَهُمُ الْعَذَابَ بَل لَّهُم مَّوْعِدٌ لَّن يَجِدُوا مِن دُونِهِ مَوْئِلًا. താങ്കളുടെ റബ്ബ് ഏറെ പൊറുത്തുകൊടുക്കുന്നവനും ദയാപരനുമാകുന്നു. അവരുടെ ചെയ്തികളെ ചൊല്ലി വേഗം പിടിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉടനെ തന്നെ അവർക്കുമേൽ അവൻ ശിക്ഷ അയക്കുമായിരുന്നു. പക്ഷേ അവർക്ക് ഒരു വാഗ്ദത്ത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയകലാൻ അവർക്ക് ഒരു മാർഗവും കണ്ടെത്താനാവില്ല. ഒരാളിൽ വല്ല തെറ്റും സംഭവിക്കുമ്പോഴേക്ക് ഉടൻ പിടിച്ച് ശിക്ഷിക്കുന്ന പതിവ് അല്ലാഹുവിനില്ല.
കുറ്റവാളികളെ പിടികൂടുന്നതിൽ ധൃതി കാട്ടുന്നില്ല എന്നതാണ് അവന്റെ കാരുണ്യഭാവത്തിന്റെ താൽപര്യം. മറിച്ച് നീണ്ട കാലത്തോളം അവർക്ക് തെറ്റുതിരുത്താൻ അവസരം നൽകുന്നു. പക്ഷെ വിഡ്ഢികൾ ഈ വിട്ടുവീഴ്ചയെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ എന്തുതന്നെ ചെയ്തു കൂട്ടിയാലും ഒരിക്കലും ചോദ്യമുണ്ടാവില്ലെന്ന് അവർ ധരിക്കുന്നു. وَتِلْكَ الْقُرَى أَهْلَكْنَاهُمْ لَمَّا ظَلَمُوا وَجَعَلْنَا لِمَهْلِكِهِمْ مَوْعِدًا. തകർന്നുപോയ ആ നാടുകൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ നാം അവരെ നശിപ്പിക്കുകയായിരുന്നു. അവയിൽ ഓരോന്നിന്റെയും നാശത്തിന് നാം സമയം നിർണയിച്ചിട്ടുണ്ടായിരുന്നു. സബഅ്, സമൂദ്, മദിയൻ, ലൂത്ത് സമുദായങ്ങളുടെ തകർന്ന താവളങ്ങളാണിവിടെ സൂചിപ്പിക്കുന്നത്. ഖുറൈശികൾ തങ്ങളുടെ കച്ചവടയാത്രകളിൽ ആ പ്രദേശങ്ങൾ പതിവായി കാണാറുണ്ടായിരുന്നു. അറേബ്യയിലെ മറ്റു ജനങ്ങൾക്കും അവയെപ്പറ്റി നന്നായി അറിയാമായിരുന്നു. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. മൂസായ്ക്കുണ്ടായ ഒരനുഭവം ഇവരെയൊന്ന് കേൾപ്പിക്കുക. മൂസ സേവകനോട് പറഞ്ഞ സന്ദർഭം: 2 നദികളുടെ സംഗമസ്ഥാനത്തെത്തുന്നതുവരെ ഞാൻ ഈ യാത്ര നിർത്തുകയില്ല, അല്ലെങ്കിൽ ദീർഘകാലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞ കഥ ഉദ്ധരിച്ചതിന്റെ ഉദ്ദേശ്യം അവിശ്വാസികളും വിശ്വാസികളുമായ ഇരു കക്ഷികളെയും ഒരു വസ്തുത ഉണർത്തുകയാണ്. ലോകത്ത് പ്രത്യക്ഷത്തിൽ സംഭവിച്ചു കാണുന്ന കാര്യങ്ങളെ വെച്ച് ഉപരിപ്ലവമായി കാര്യങ്ങളെ കാണുന്നവർ തികച്ചും തെറ്റായ നിഗമനത്തിലെത്തിച്ചേരുന്നു. സർവജ്ഞനായ അല്ലാഹു കാര്യങ്ങൾ ചെയ്യുന്നതിനടിസ്ഥാനമായ ഉദ്ദേശ്യ താൽപര്യങ്ങൾ അവരുടെ മുമ്പിൽ ഇല്ലാത്തതുതന്നെ കാരണം. ലോകത്ത് അക്രമികൾ കൊഴുത്തുതടിക്കുന്നു, നിരപരാധികൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ധിക്കാരികളിൽ ഔദാര്യങ്ങൾ കോരിച്ചൊരിയുമ്പോൾ അനുസരണശാലികൾക്ക് അവയൊന്നും ലഭിക്കുന്നില്ല. ക്ലേശകരമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. ദുർജനങ്ങൾ സുഖിച്ചു മതിച്ചുകൊണ്ടിരിക്കുന്നു. സജ്ജനങ്ങളുടെ സ്ഥിതി പരിതാപകരവും. നിത്യവും ഈ രംഗങ്ങൾ മനുഷ്യർ കാണുന്നു. ഇതിന്റെയൊക്കെ ആന്തരാർത്ഥം മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് മാത്രം പൊതുവെ ജനമനസ്സിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ജന്മമെടുക്കുന്നു. ഇതെല്ലാം കണ്ട് ഈ ലോകം തനി അരാജക നഗരിയാണെന്ന നിഗമനത്തിലാണ് അവിശ്വാസികളും അക്രമികളുമായ ജനങ്ങൾ എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു രാജാവില്ല, ഉണ്ടെങ്കിൽ തന്നെ തനി പൊങ്ങുതടി. ആർക്കും എന്തു വേണമെങ്കിലും ആവാം, ചോദിക്കാൻ ആളില്ല എന്നൊക്കെയാണ് അവർ കണക്കുകൂട്ടുന്നത്. മറുവശത്ത് ഈ സംഭവങ്ങൾ കണ്ട് സത്യവിശ്വാസികൾ മനം തളർന്നിരുന്നു പോകുന്നു. കഠിനമായ പരീക്ഷണഘട്ടങ്ങളിൽ അവരുടെ വിശ്വാസം പോലും പലപ്പോഴും ആഞ്ഞുലഞ്ഞു പോകുന്നു. ഇതുപോലൊരു പരിതസ്ഥിതിയിലാണ് അല്ലാഹു തന്റെ പ്രപഞ്ച സംവിധാനത്തിന്റെ യവനിക അല്പമൊന്നു നീക്കി അതിന്റെ ഒരു മിന്നലാട്ടം മൂസാ നബിക്ക് കാണിച്ചു കൊടുത്തത്. ഇവിടെ രാപ്പകൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുദ്ദേശ്യാർത്ഥം എങ്ങനെ നടക്കുന്നു, സംഭവങ്ങളുടെ ബാഹ്യാന്തര വശങ്ങൾ തമ്മിലുള്ള അന്തരങ്ങൾ എന്ത് എന്നെല്ലാം അതുവഴി മൂസാ നബിയെ അറിയിക്കാൻ വേണ്ടിയാണത്. മൂസാ നബി എപ്പോൾ എവിടെ വെച്ചാണ് ഈ സംഭവം അഭിമുഖീകരിച്ചത്? ഖുർആൻ ഈ ചോദ്യത്തിന് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഹദീസിൽ ഔഫിയുടെ ഒരു നിവേദനം കാണുന്നുണ്ട്. അതിൽ ഫിർഔന്റെ നാശത്തിനു ശേഷം മൂസാ നബി തന്റെ ജനതയെ ഈജിപ്തിൽ താമസിപ്പിച്ച കാലത്താണ് സംഭവം നടന്നതെന്ന ഒരഭിപ്രായം ഇബ്നു അബ്ബാസിന്റേതായി ഉദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള കൂടുതൽ പ്രബലമായ നിവേദനങ്ങൾ ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നില്ല. ഫിർഔന്റെ പതനത്തിനു ശേഷം മൂസാ നബി വല്ലപ്പോഴും ഈജിപ്തിൽ താമസിച്ചിരുന്നതായി മറ്റൊരു വഴിക്ക് സ്ഥിരപ്പെട്ടിട്ടുമില്ല. എന്നല്ല, ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനു ശേഷം മൂസാ നബിയുടെ മുഴുവൻ കാലവും സീനായിലും തൈഹിലുമാണ് കഴിഞ്ഞതെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആകയാൽ ഔഫിയുടെ പ്രസ്തുത റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്ന് സ്പഷ്ടം. എന്നാൽ ഈ കഥയുടെ തന്നെ വിശദാംശങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, ഈ നിരീക്ഷണങ്ങൾക്ക് മൂസാ നബിയെ വിധേയനാക്കിയത് തന്റെ നുബൂവത്തിന്റെ പ്രാരംഭഘട്ടത്തിലായിരിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാർക്ക് ഇவ்விധമുള്ള ശിക്ഷണശീലങ്ങൾ ആവശ്യമായി വരാറുള്ളത് ദൗത്യാരംഭത്തിലാണ്. 2, മക്കയിലെ മുസ്ലിങ്ങൾ നബി തിരുമേനിയുടെ കാലത്ത് അകപ്പെട്ടിരുന്നതുപോലുള്ള പരിതസ്ഥിതികൾ ഈജിപ്തിൽ ഇസ്രായേലിയരെ അഭിമുഖീകരിച്ചിരുന്ന കാലഘട്ടത്തിലായിരിക്കണം പ്രസ്തുത നിരീക്ഷണാനുഭവങ്ങളുടെ ആവശ്യം മൂസാ നബിക്ക് നേരിട്ടിരിക്കുക. ഇപ്പറഞ്ഞ 2 കാരണങ്ങളാൽ
ഈജിപ്തിൽ ഇസ്രായേല്യരുടെ നേരെ ഫിർഔനിന്റെ മർദ്ദനമുറകൾ തുടർന്നുകൊണ്ടിരുന്ന കാലത്താണ് സംഭവം നടന്നതെന്നാണ് നമ്മുടെ അനുമാനം. ദൈവശിക്ഷയ്ക്ക് കാലവിളംബം കണ്ടിട്ട് ഫിർഔനും കിങ്കരന്മാരും മക്കയിലെ ഖുറൈശി തലവന്മാരെപ്പോലെ തന്നെ തങ്ങൾക്കുമേലെ ചോദ്യം ചെയ്യാൻ ഒരുത്തനുമില്ലെന്ന് ധരിച്ചിരുന്നു. മക്കയിലെ മർദ്ദിത മുസ്ലിങ്ങളെപ്പോലെ മർദ്ദിതരായ ഈജിപ്തിലെ മുസ്ലിങ്ങളും തളർന്നവശരായി. ഓ ദൈവമേ, അക്രമികളിൽ അനുഗ്രഹവർഷവും ഞങ്ങൾക്ക് കഷ്ടപ്പാടിന്റെ ശരമാരിയും ഇതെത്ര കാലം തുടരും എന്ന് ചോദിച്ചു പോവുകയും ചെയ്തിരുന്നു. എത്രത്തോളമെന്നാൽ മൂസാ നബി പോലും ആ പ്രതിസന്ധിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചുപോയി: ഞങ്ങളുടെ നാഥ, ഫിർഔനും അയാളുടെ പ്രമാണിമാർക്കും നീ ഭൗതിക ജീവിതത്തിൽ ആർഭാടവും സമ്പത്തും പ്രദാനം ചെയ്തിരിക്കുന്നു. നാഥ, അവർ ജനത്തെ നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിനു വേണ്ടിയാണോ ഇത്? ഈ പ്രതിസന്ധിയിലാവണം പ്രസ്തുത സംഭവം നടന്നത്. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. അങ്ങനെ അവർ ആ സംഗമസ്ഥാനത്തെത്തിയപ്പോൾ തങ്ങളുടെ മത്സ്യത്തെ മറന്നുപോയി. മത്സ്യമാവട്ടെ പുറത്തു ചാടി ഒരു തുരങ്കത്തിലൂടെയെന്നോണം വെള്ളത്തിലൂളിയിട്ട് പാഞ്ഞുപോയി. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. കുറെ മുന്നോട്ട് ചെന്നപ്പോൾ മൂസ സേവകനോട് പറഞ്ഞു, നമ്മുടെ പ്രാതൽ വിളമ്പുക. ഇന്നത്തെ യാത്രയിൽ നാം വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, അബദ്ധം പറ്റിയല്ലോ. നാം ആ പാറക്കെട്ടിന് സമീപം വിശ്രമിച്ചപ്പോൾ മത്സ്യത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അക്കാര്യം അങ്ങയോട് പറയാൻ മറന്നുപോകും വിധം ചെകുത്താൻ എന്നെ അശ്രദ്ധനാക്കുകയും ചെയ്തു. മത്സ്യമാകട്ടെ അത്ഭുതകരമായി നദിയിൽ ചാടി ഓടിക്കളഞ്ഞു. قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. മൂസ പറഞ്ഞു, ഇതുതന്നെയാണ് നാം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരിരുവരും സ്വന്തം കാൽപ്പാടുകളിലൂടെ തിരിച്ചു നടന്നു. ഉദ്ദിഷ്ട ലക്ഷ്യത്തിന് ഈ അടയാളം തന്നെയാണ് നമുക്ക് അറിയിച്ചു തന്നിരുന്നത് എന്നർത്ഥം. മൂസാ നബിയുടെ ഈ യാത്ര അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമായിരുന്നുവെന്ന സൂചന ഇതിലടങ്ങിയിരിക്കുന്നു. മൂസാ നബിയുടെ പ്രാതലിനുള്ള മത്സ്യം അപ്രത്യക്ഷമാകുന്നതെവിടെയോ അവിടെയാണ് കാണാനയച്ച ആളുമായി അഭിമുഖ സംഭാഷണത്തിനുള്ള സ്ഥലമെന്ന സൂചനയും ഇതിലുണ്ട്. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. അവിടെ നമ്മുടെ ദാസന്മാരിൽ ഒരാളെ അവർ കണ്ടെത്തി. അദ്ദേഹത്തിന് നാം കാരുണ്യമരുളുകയും നമ്മുടെ പക്കൽ നിന്നുള്ള സവിശേഷ ജ്ഞാനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദേവദാസന്റെ പേര് വിശ്വസനീയമായ എല്ലാ നിബിവചനങ്ങളിലും ഖലിർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇസ്രായേലി കഥയിൽ ആകൃഷ്ടരായി കഥയെ ഇല്യാസുമായി ബന്ധിപ്പിക്കുന്നവരുടെ വാക്കുകൾ തീരെ പരിഗണനീയമല്ല. ഇവരുടെ ഈ വാദഗതി നബിവചനങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് അബദ്ധമാണെന്ന് മാത്രമല്ല, മൂസാ നബിക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇല്യാസ് ഭൂജാതനായത് എന്നതുകൊണ്ട് തീരെ അർത്ഥശൂന്യവുമാണ്. മൂസാ നബിയുടെ ഭൃത്യന്റെ പേരും ഖുർആൻ പരാമർശിച്ചിട്ടില്ല. എന്നാൽ മൂസാ നബിയുടെ പ്രതിപുരുഷനായി തീർന്ന യൂഷ ഇബ്നു നൂൻ ആയിരുന്നു അദ്ദേഹമെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. മൂസ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങയെ അനുഗമിക്കട്ടെയോ? താങ്കൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്മാർഗജ്ഞാനം എന്നെയും പഠിപ്പിക്കുന്നതിന്? قال إنك لن تستطيع معي صبرا.
അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടൊപ്പം ക്ഷമിക്കാൻ സാധ്യമാവുകയില്ല. وكيف تصبر على ما لم تحط به خبرا നിങ്ങൾക്ക് അനുഭവജ്ഞാനമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ക്ഷമിച്ചിരിക്കും? قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا മൂസ പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, അങ്ങേക്ക് എന്നെ ക്ഷമയുള്ളവനായി തന്നെ കാണാം. ഒരു കാര്യത്തിലും ഞാൻ അങ്ങയെ ധിക്കരിക്കുകയില്ല. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സംഗതിയും ഞാൻ വിവരിച്ചു തരുന്നതിനു മുമ്പ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا തുടർന്ന് ഇരുവരും യാത്രയായി. അങ്ങനെയിരിക്കെ ഒരു കപ്പലിൽ സഞ്ചരിക്കാനിടയായപ്പോൾ അദ്ദേഹം ആ കപ്പലിന് ഒരു തുളയുണ്ടാക്കി. മൂസ പറഞ്ഞു, ഇതിലെ യാത്രക്കാരെയെല്ലാം മുക്കിക്കൊല്ലാൻ വേണ്ടിയാണോ താങ്കൾ ഈ കപ്പലിൽ തുളയുണ്ടാക്കിയത്? ഈ ചെയ്തത് ഒരു ക്രൂരകൃത്യമായി പോയല്ലോ. قال ألم أقل إنك لن تستطيع معي صبرا അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധ്യമാവുകയില്ലെന്ന്? قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا മൂസ പറഞ്ഞു, മറന്നുപോയതിന്റെ പേരിൽ അങ്ങെന്നെ ശിക്ഷിക്കരുത്, എന്റെ കാര്യത്തിൽ ഞെരുക്കാതിരുന്നാലും. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ ഒരു ബാലനെ കണ്ടുമുട്ടി. അദ്ദേഹം അവനെ കൊന്നുകളഞ്ഞു. മൂസ പറഞ്ഞു, അങ്ങ് ഒരു നിരപരാധിയുടെ ജീവൻ ഹനിച്ചുകളഞ്ഞതെന്ത്? അവനാവട്ടെ ആരെയും കൊന്നിട്ടുമില്ല. അങ്ങീ ചെയ്തത് വളരെ നികൃഷ്ടമായ കൃത്യം തന്നെയായല്ലോ. قال ألم أقل لك إنك لن تستطيع معي صبرا അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ലെന്ന്? قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا മൂസ പറഞ്ഞു, ഇനിയും ഞാൻ വല്ലതും ചോദിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങ് എന്നെ സഹയാത്രികനാക്കേണ്ടതില്ല. അങ്ങേക്ക് എന്നിൽ നിന്ന് മതിയായ കാരണം കിട്ടിക്കഴിഞ്ഞു. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا പിന്നെയും അവർ മുന്നോട്ടു പോയി. അങ്ങനെ ഇരുവരും ഒരു പട്ടണത്തിലെത്തിച്ചേർന്നു. നാട്ടുകാരോട് അവർ ഭക്ഷണം ചോദിച്ചു. പക്ഷേ അവർക്ക് ആതിഥ്യം നൽകാൻ നാട്ടുകാർ കൂട്ടാക്കിയില്ല. അവിടെ അവർ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ കണ്ടെത്തി. അദ്ദേഹം ആ മതിൽ ശരിയാക്കി നിർത്തി. മൂസ പറഞ്ഞു, അങ്ങ് വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ അധ്വാനത്തിന്റെ കൂലി വാങ്ങാമായിരുന്നു.
قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. അദ്ദേഹം പറഞ്ഞു, മതി, നിങ്ങളുമായുള്ള എന്റെ കൂട്ട് അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ സംഗതികളുടെ യാഥാർത്ഥ്യം ഇനി പറഞ്ഞു തരാം. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. ആ കപ്പലിന്റെ കാര്യമിതാണ്. അത് നദിയിൽ അധ്വാനിച്ചു കഴിയുന്ന ചില പാവങ്ങളുടേതായിരുന്നു. അതിനെ ഒരു കേടായ കപ്പലാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടെന്നാൽ മുന്നിൽ എല്ലാ കപ്പലുകളും ബലാത്കാരം പിടിച്ചെടുക്കുന്ന ഒരു രാജാവിന്റെ പ്രദേശമുണ്ടായിരുന്നു. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. ആ ബാലന്റെ കാര്യമാണെങ്കിൽ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. ഈ ബാലൻ അവന്റെ ധിക്കാരത്താലും സത്യനിഷേധത്താലും അവരെ ഞെരുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു.